ഇതെന്തിൻ്റെ ഇലയാണെന്ന് അറിയാമോ? ഇതാണ് ചീരകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മെക്സിക്കൻ ചീര എന്ന് പറയും. പുതിയൊരു ആളാണ് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ഒരുപാട് സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. ഈ തണ്ട് തന്നെ നമ്മൾ മണ്ണിൽ മെല്ലെ ഇറക്കി വെച്ചാൽ തന്നെ, വെട്ടിയിട്ടാൽ തന്നെ അത് ഇങ്ങനെ പുതുതായി തൈകളായിട്ട് വരും. അപ്പോൾ ഞാനിതിൻ്റെ ഇളം തണ്ട് മാത്രം എടുക്കുന്നുണ്ട് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. അത് നല്ല രസമാണ് കഴിക്കാൻ. ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല, അത് വേണ്ടാത്തവർ എടുക്കണ്ട. അപ്പോൾ ഇല നന്നായി കഴുകിയിട്ട് എടുക്കാം. ഇനി ഇതിൽ വേറൊരു കാര്യമുണ്ട്. അതിൽ നല്ല കട്ടുണ്ട്. ആ കട്ട് നമ്മളെ വയറ്റിലേക്ക് എത്താൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് കട്ട് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് 20 മിനിറ്റ് നേരം തുറന്ന് വെച്ച് തിളപ്പിച്ച് വേവിക്കണം. അപ്പോൾ ഇല ഇതിൽ മുങ്ങി കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി തിളപ്പിക്കാം. ഇത് അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ വേവിക്കാൻ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഞാൻ വയ്ക്കുന്നുണ്ട്. ഇനി തിള വന്നോ എന്ന് നോക്കാൻ തുറന്നതാണ്. തിള വന്നിട്ടുണ്ട്. ഇനി അടപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരിക്കലും അടച്ച് വെച്ച് 20 മിനിറ്റ് വേവിക്കേണ്ട. ഇത് തിള വരുമ്പോൾ അടപ്പ് മാറ്റി വെച്ച് ഈ ഇലകളൊക്കെ അതിലേക്ക് മുങ്ങി താഴുന്ന വിധത്തിൽ നമുക്ക് ഫോർക്ക് കൊണ്ടൊന്ന് താഴേക്ക് ഒന്ന് കുത്തി താഴ്ത്തി കൊടുക്കാം. ഇനി ആ നേരം കൊണ്ട് നമുക്ക് ചെറിയൊരു അരപ്പ് റെഡിയാക്കാമെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ അതിലേക്ക് തേങ്ങ കുത്തനെ വേണമെന്നില്ല, ചിരകിയെടുക്കാം. എനിക്ക് എളുപ്പം തേങ്ങ പൂണ്ടെടുക്കാനാണ്. അപ്പോൾ ഞാൻ പൂണ്ടെടുത്ത് കുഞ്ഞ് മിക്സി ജാറിൽ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. തോരനിലേക്കാണ്. അപ്പോൾ പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇത് 4 ഐറ്റംസ് നമുക്കൊന്ന് ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കാം. അപ്പോഴേക്ക് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. ചൂടുണ്ട്, നന്നായി ശ്രദ്ധിച്ച് അതൊന്ന് ഊറ്റിക്കളയാം. ഊറ്റിക്കളഞ്ഞിട്ട് നമുക്കിത് ചൂടുണ്ടാവും, അതുകൊണ്ട് തണുത്ത വെള്ളം ഒഴിച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് അതിൻ്റെ ഇലകളെല്ലാം പിഴിഞ്ഞെടുക്കുക. തുണി പിഴിയുന്ന പോലെ പിഴിഞ്ഞെടുത്തിട്ട് തന്നെ നമുക്ക് എടുക്കാം. എന്നിട്ട് നന്നായി ചെറുതാക്കി ചോപ്പ് ചെയ്തെടുക്കാം തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇപ്പോൾ പിടിച്ച് അരിയാൻ നല്ല സുഖമുണ്ട്. തണുത്ത വെള്ളത്തിൽ ഒഴിച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ നല്ല സുഖമുണ്ടാവും. അരിയുമ്പോഴത്തേക്കും ചട്ടി അടുപ്പത്ത് റെഡിയാക്കിയിട്ടുണ്ട്. എണ്ണ കടുകിട്ടിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ ആ കൂട്ടുണ്ടല്ലോ, അതൊന്ന് മിക്സാക്കാം. ചേർത്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മിക്സിയിലുള്ള ഇതൊക്കെ അതിലേക്ക് ആക്കി കുറച്ച് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മളത് തിള വരുമ്പോഴത്തേക്ക് നമ്മുടെ മെക്സിക്കൻ ചീര നന്നായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളമൊന്നുമില്ല, നന്നായി പിഴിഞ്ഞെടുത്തത്. അപ്പോൾ അത് കട്ടായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഉലർത്തിയിട്ട് അതിലേക്കിട്ട് കൈ കൊണ്ട് മെല്ലെ അങ്ങനെ ആക്കി തന്നെ അത് വേറിട്ടോളും. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് നമ്മുടെ ഉപ്പും തേങ്ങയുടെ ആ കൂട്ടിൻ്റെ ടേസ്റ്റും കൂടെ അതിലേക്ക് പിടിക്കാനുണ്ട്. അപ്പോൾ നന്നായി അടച്ച് വെച്ചിട്ട് തന്നെ നമ്മൾ വേവിക്കണം കേട്ടോ. അടച്ച് വെച്ചിട്ട് ഇപ്പം നമുക്ക് ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. തുറന്ന് ഇളക്കി റെഡിയാക്കുകയാണ്. അപ്പോൾ മെക്സിക്കൻ ചീരത്തോരൻ റെഡിയാണ് കേട്ടോ.